ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 21 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ അധാര്യം വഴിയായി വരുന്നുവെന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ അരാദ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി. 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഇസ്രായേൽ മക്കളുടെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഞാനത് പറയാൻ കാരണം, ഇവിടെ ഒരു യുദ്ധമുണ്ടായി. ഈ യുദ്ധമുണ്ടായത് ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ ഫലമായിട്ടായിരുന്നില്ല. ഇതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായ മിക്ക ദുരന്തങ്ങളുടെയും കാരണം അവരുടെ അനുസരണക്കേടും അവിശ്വാസവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കനാന്യനായ അരാദ് രാജാവ് അവരെ ആക്രമിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചും അവരെവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തുള്ള നെഗവ് മരുഭൂമിയിൽ താമസിച്ചിരുന്ന ഒരു ജാതിയായിരുന്നു, കനാന്യരായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ കൃത്യമായി ഇവർ ഏത് കൂട്ടരായിരുന്നു എന്ന് അറിയാൻ നിവൃത്തിയില്ല. എന്തായാലും യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്രായേൽ മക്കളെ ആക്രമിക്കുവാൻ ഇവർ വന്നത്. കനാന്യരാണ് എന്ന ഒരു കാര്യം നമുക്കറിയാം. കനാന്യരെക്കുറിച്ച് ദൈവം മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവരുടെ അകൃത്യം പൂർത്തിയായി കഴിയുമ്പോൾ അവരെ നീക്കിക്കളയുമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം നശിപ്പിക്കുവാനായി വച്ചിരിക്കുന്ന അവരുടെ അകൃത്യം പൂർത്തിയാകുവാൻ കാത്തിരിക്കുന്ന ഒരു ജാതിയാണ് കനാന്യരാണല്ലോ ഈ ജാതിയും. അവർ ദൈവജനത്തെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണ്. ഇങ്ങനെ അവർക്ക് ദൈവജനത്തെ ആക്രമിക്കാൻ തോന്നുന്നത് അവരുടെ തന്നെ നാശത്തിനായിരിക്കും. ഇത് എല്ലാ കാലത്തും ദൈവമക്കളെ ആക്രമിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അവരുടെ നാശത്തിനായിട്ടാണ് അവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയും ആക്രമിക്കുന്നത്. അത് അവർ ആക്രമിച്ചു കഴിഞ്ഞ് അവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇവിടെ അതുതന്നെയാണ് സംഭവിച്ചത്. ഇസ്രായേൽ മക്കളെ അവർ വെറുതെ ആക്രമിച്ചു. ഇതിൻ്റെ അവസാനം അവർ തോൽപ്പിക്കപ്പെട്ടു. അവർക്കുണ്ടായിരുന്നൊക്കെ നഷ്ടമായി. ഈ സംഭവം നടന്നത് ഹോർമ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. ആ സ്ഥലത്തിന് ഹോർമ എന്ന പേരായി എന്ന് നമ്മൾ 3 വാക്യത്തിൽ വായിക്കുന്നുമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഹോർമ എന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു സംഭവം നടന്നിരുന്നു. അത് സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളിലാണ് നാം വായിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ അവസാനം ആ ഹോർമ എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് താനും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. 12 ഒറ്റുകാർ വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാൻ പോയി മടങ്ങി വന്നിട്ട് ദുർവർത്തമാനം പറഞ്ഞത് നാം ഓർക്കുമല്ലോ. അവരുടെ ദുർവർത്തമാനം കേട്ട് ജനം അത് വിശ്വസിച്ചു. അതിൻ്റെ ഫലമായി അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു. യോശുവയും കാലേബിനെയും ആ 2 ഒറ്റുകാരെ അവർ കൊല്ലാനൊരുങ്ങി.
നേതൃത്വത്തിനെതിരെ അവർ തിരിഞ്ഞു. ആ സമയത്ത് ദൈവം അവർക്ക് പ്രത്യക്ഷനായി. ദൈവം വളരെയധികം അവരോട് കോപിച്ചു. അവരെ ഒറ്റ ദിവസം തന്നെ മുഴുവൻ ആളുകളെയും നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ദൈവം കോപിച്ചു. എന്നാൽ മോശ പക്ഷപാതം ചെയ്തതുകൊണ്ട് അത് സംഭവിച്ചില്ല. അവരെ അന്ന് കൊന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. 40 ദിവസം അവർ ആ കനാൻ നാട്ടിൽ ചുറ്റി സഞ്ചരിച്ചതിന് അനുബന്ധമായി 40 വർഷങ്ങൾ, അധിക വർഷങ്ങൾ നിങ്ങൾ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കും. ആ സമയം കൊണ്ട് ഒരു തലമുറ മുഴുവൻ മരിച്ച് ഇല്ലാതെയാകും. ഇത് അവർക്കൊരു നാശത്തിനായി തീരും എന്നൊക്കെ ദൈവം അവരോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു വിശ്വാസമുണ്ടായി. എങ്ങനെയല്ല, ഞങ്ങൾക്കിപ്പോൾ തന്നെ പോകണം, ഞങ്ങളിപ്പോൾ തന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞ് അവർ യുദ്ധത്തിന് ചാടി പുറപ്പെട്ടു. അപ്പോൾ മോശ പറഞ്ഞു, പോകരുത്, ദൈവം നിങ്ങളോട് കൂടെയില്ല, ദൈവത്തിൻ്റെ പെട്ടകം നിങ്ങളോട് കൂടെയില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയില്ല. നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ ആശ്രയിച്ച് പോയാൽ നിങ്ങൾ തോൽപ്പിക്കപ്പെടും. അത് കേൾക്കാതെ അവർ യുദ്ധത്തിന് പോയി. അങ്ങനെ യുദ്ധത്തിന് പോയപ്പോൾ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ച് ഹൊർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ച് യുദ്ധത്തിന് പോയ സ്ഥലമാണ് ഹൊർമ. എന്നാൽ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ അത്തരത്തിലുള്ള യാതൊരു എടുത്തുചാട്ടമോ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തിയോ ചെയ്യാതെ അവർ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് ഒരു നേർച്ച നേരുകയാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടായാൽ അവരുടെ പട്ടണങ്ങളെയൊക്കെയും ശപഥാർപ്പിതമായി ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ശപഥാർപ്പിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിനുള്ളതാണ്, ഞങ്ങളിത് എടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നവരായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, അവരിൽ ചിലരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തോട് പറഞ്ഞു, ഇവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ ഈ പട്ടണങ്ങൾ അങ്ങേക്ക് ശപഥാർപ്പിതമായി നൽകും. വളരെ ലളിതമായ പ്രശ്നം അവസാനിച്ചു. ദൈവം അവർക്ക് വലിയ വിജയം നൽകി. അവർ ആ പട്ടണങ്ങളെ ശപഥാർപ്പിതമായി നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഹൊർമ എന്ന് പേരായി എന്നാണ് വായിക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവർ ദൈവത്തിനെതിരെ പ്രതികരിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ സംഭവം, അവിടെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ആശ്രയിച്ചു. ദൈവത്തോട് അവർ ചെയ്ത ആ ഉടമ്പടി അവർ പാലിച്ചു. അവർക്കത് അനുഗ്രഹമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ എന്തുമാത്രം ആദരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന കാര്യം വെളിപ്പെട്ട് വരുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ ദൈവത്തിനെതിരെ തിരികുകയും ദൈവത്തോട് പിറുപിറുക്കുകയും ചെയ്യുന്നത് അപക്വമായ ബന്ധമാണ് നമുക്ക് ദൈവത്തോടുള്ളത് എന്നതിൻ്റെ തെളിവാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ വളരെയധികം പക്വത കാണിച്ചു, ദൈവാശ്രയം കാണിച്ചു. അതിൻ്റെ ഫലമായി ദൈവം അവർക്ക് വലിയൊരു വിജയവും വിടുതലും നൽകി. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.